ഈ യോഗത്തിന്റെ അധ്യക്ഷനായി വെള്ളടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാജ്മോഹൻ അവരെ ക്ഷണിക്കുന്നു. ഒപ്പം യോഗത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന ഏറ്റവും ബഹുമാനമുള്ള തിരുവനന്തപുരം MP, നമ്മുടെ എല്ലാ അഭിമാനമായ MP ഡോക്ടർ ശശി തരൂർ അവരുടെയും മറ്റ് പ്രിയപ്പെട്ട ജനപ്രതിനിധി ഈ ഉദ്ഘാടന സമ്മേളനത്തിന് സ്വാഗതം പറയാൻ ഗ്രാമപഞ്ചായത്തിന്റെ ശവകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ശ്രീമതി S. ജയന്തിയെ ക്ഷണിക്കുന്നു. അക്ഷരങ്ങൾ വാക്കുകളായും വാക്കുകൾ വരികളുമാകുമ്പോഴാണ് വജ്രായുധമായി രൂപപ്പെടുക. അംഗൻവാടികളിലൂടെ ആദ്യാക്ഷരങ്ങൾ പഠിച്ചുകൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന കുഞ്ഞുമക്കളുടെ മനസ്സിലേക്ക് കത്തിച്ചു വെക്കുന്ന ദീപം, അത് അണയാതെ കൊണ്ട് നടക്കേണ്ട വലിയൊരു ചുമതല രക്ഷകർത്താക്കൾക്ക് പകർന്നു നൽകുന്നു. ഇവിടെ കോവിലൂർ വാർഡിന്റെ സ്മാർട്ട് അംഗൻവാടിയായി പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ കുട്ടികളെ ന്യൂനതമായ രീതിയിൽ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ ഒരുക്കി പോകുന്ന തലമുറയ്ക്ക് ആരുടെയും മുമ്പിൽ തലകുനിച്ചു നിൽക്കാതെ ഈ ലോകത്തിന് സേവനം ചെയ്യുവാനുള്ള വലിയൊരു മനസ്സ് സൃഷ്ടിക്കുകയാണ് വെള്ളടി ഗ്രാമപഞ്ചായത്തിലെ അംഗനവാടികൾ വഴി. ഒരു കാലഘട്ടത്തിൽ പൊടിയിലൂടെയും മണ്ണിലൂടെയും പഠിച്ചു നീങ്ങിയിരുന്ന കുട്ടികൾ ഇന്ന് കമ്പ്യൂട്ടർ യുഗത്തിലൂടെ തന്നെ അതിന്റെ അടിസ്ഥാന വിദ്യാഭ്യാസം കരസ്ഥമാക്കുകയാണ് സ്മാർട്ട് അംഗൻവാടി പദ്ധതിയിലൂടെ. വെള്ളടി ഗ്രാമപഞ്ചായത്തിന്റെ സ്വപ്ന പദ്ധതികളിൽ ഒന്ന് മാത്രമാണ് ഈ സ്മാർട്ട് അംഗൻവാടി എന്ന ആശയം. ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഓരോ പദ്ധതികളും ആസൂത്രണം ചെയ്യുമ്പോൾ ഏറ്റവും അടിത്തട്ടിലുള്ളവർക്ക് ഏറ്റവും നല്ലത് നൽകുക എന്നൊരു സന്ദേശം ഇതിലുണ്ട്. തീർച്ചയായിട്ടും ഗ്രാമപഞ്ചായത്തിന്റെ ഒത്തിരിയേറെ പദ്ധതികൾ ഇന്ന് ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും പാവപ്പെട്ട ആൾക്കാരുടെ കൈകൾ എത്തിക്കുക എന്നൊരു സന്ദേശമാണ്. ഇതിൽ 3 കാര്യങ്ങളാണ് ഗ്രാമപഞ്ചായത്ത് ചുമതലയായി അല്ലെങ്കിൽ മനസ്സിലൊരു ദൃഢപ്രതിജ്ഞയായി ഏറ്റെടുത്തത്. 1, സ്മാർട്ട് അംഗൻവാടി. 2, ഏറ്റവും പാവപ്പെട്ട ആൾക്കാരുടെ ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് ഗ്രാമപഞ്ചായത്തിന്റെ ആംബുലൻസ് വാങ്ങുക. ആംബുലൻസിൽ തന്നെ ഇന്ന് നമ്മുടെ ഡയാലിസിസ് രോഗികളെ സൗജന്യമായി ഹോസ്പിറ്റലിൽ എത്തിക്കുക. ഇനി മനുഷ്യന്റെ ജീവിതകർമ്മത്തിന്റെ ഏറ്റവും അവസാന ചക്രം എന്നത് അവന്റെ അന്ത്യകർമ്മമാണ്. മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ അന്ത്യകർമ്മം നിർവഹിക്കാൻ സാധിക്കാതെ കഷ്ടപ്പെടുന്ന ഏറ്റവും പാവപ്പെട്ടവർക്ക് അവരവരുടെ മതവിശ്വാസത്തിന് അടിസ്ഥാനമാക്കി അന്ത്യകർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ശ്മശാനം ഒരുക്കുക. ഈ 3 കാര്യങ്ങളിലും ഗ്രാമപഞ്ചായത്ത് വിജയിച്ചു കഴിഞ്ഞു. തീർച്ചയായിട്ടും അഭിമാനത്തോടുകൂടെ തലയിലേൽക്കുന്നു തന്നെ പറയുന്നു. തീർച്ചയായിട്ടും യോഗത്തിന് സ്വാഗതം പറയുക എന്നതാണ് എന്റെ കർത്തവ്യം. ആദ്യമായി സ്വാഗതം പറയേണ്ടത് ഗ്രാമപഞ്ചായത്തിന്റെ നട്ടെല്ലെന്ന് പറയുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് മുന്നേറുന്ന ഞങ്ങളെ എല്ലാവരെയും നയിക്കുന്ന ഞങ്ങളുടെ എല്ലാം ഏറ്റവും പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാജ്മോഹൻ അവരെ ഈ യോഗത്തിലേക്ക് ഏറ്റവും സ്നേഹാദരവോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. എന്നും അഭിമാനത്തോടുകൂടി നമ്മൾ ഓർക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ MP ഡോക്ടർ ശശി തരൂർ അവർ. എവിടെ പോയാലും അവിടെ അക്ഷരം തെളിച്ചു വെക്കുക എന്ന ഒരു മഹത്തായ കർമ്മമുണ്ട്. MP പറയുന്ന ഓരോ വാക്കിലും ചിലപ്പോൾ നമ്മൾ ആ വാക്കുകളുടെ വരികളെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുമെങ്കിലും പക്ഷെ അതിനകത്ത് വലിയ അർത്ഥങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. നമുക്ക് പലപ്പോഴും അദ്ദേഹത്തിന്റെ വരികൾ വായിക്കുന്നവർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് ഈ കുഞ്ഞുമക്കൾക്ക് ആദ്യാക്ഷരത്തിന്റെ അക്ഷരങ്ങളിലൂടെ വാക്കുകളിലേക്കും വാക്കുകളിൽ നിന്നും വരികളിലേക്കും പകർന്നു നൽകുന്ന വലിയൊരു കർമ്മം സ്മാർട്ട് അംഗൻവാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട ഏറ്റവും ബഹുമാനമുള്ള MP ഡോക്ടർ ശശി തരൂർ അവരെ ഈ യോഗത്തിലേക്ക് ഏറ്റവും സ്നേഹാദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. വെള്ളടി ഗ്രാമപഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റും അംഗവുമായ സ്ത്രീകൾക്കെന്നും അഭിമാനത്തോടുകൂടി ഉയർത്തിക്കാണിക്കാൻ സാധിക്കുന്ന വ്യക്തിത്വത്തിന്റെ ഉടമ ഏറ്റവും ബഹുമാനമുള്ള അൻസജിത റസൽ അവരെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെള്ളടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി സർല വിൻസെന്റ് അവരെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെള്ളടി ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ KG മംഗൾദാസ് അവരെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട ജനപ്രതിനിധികൾ കൂതാളി ഷാജി, മുട്ടച്ചിൽ സിബിൻ, ഫിലോമിന, ഷീല OT, ലീല, ജനൻ റോസ്, വിജി, വെള്ളരിക്കുന്ന് ഷാജി, മറ്റേ പ്രിയപ്പെട്ട ഫിലോമിന, മറ്റു പ്രിയപ്പെട്ട എല്ലാ ജനപ്രതിനിധികളെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയപ്പെട്ട സൂപ്പർവൈസർ ഐശ്വര്യ സൂപ്പർവൈസർ ലതിക അവരെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ അംഗൻവാടിയിലെ പ്രിയപ്പെട്ട അധ്യാപകർ, പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾ, നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ, ഇവിടെ കടന്നുവന്നിരിക്കുന്ന എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. 3 വർഷമാകുന്ന ഈ മുറയ്ക്ക് വെള്ളടി ഗ്രാമപഞ്ചായത്തിന്റെ ഓരോ ഗ്രാമപഞ്ചായത്തുകൾക്കും ഓരോ ലക്ഷ്യമുണ്ടായിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം.
നമ്മുടെ ഭരണസമിതി അധികാരത്തിൽ വന്നപ്പോൾ നമ്മുടെ പഞ്ചായത്തിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങൾ എന്ന നിലയിൽ വെള്ളട ഗ്രാമപഞ്ചായത്തിന്റെ അംഗനവാടികൾ, നമുക്ക് 34 അംഗനവാടിയാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിനകത്തുള്ളത്. വെള്ളട ഗ്രാമപഞ്ചായത്തിൽ കോവൂർ വാർഡിൽ 3 അംഗനവാടികളുണ്ട്. ഒരു അംഗനവാടി നമ്മൾ ഹൈടെക് ആക്കി കഴിഞ്ഞു. ഇത് രണ്ടാമത്തതാണ്. പഞ്ചായത്തിലെ 34 അംഗനവാടികളിൽ ഇന്ന് 23ാമത്തെ അംഗൻവാടിയാണ് സ്മാർട്ടാക്കി മാറ്റിയിട്ടുള്ളത്. നമ്മുടെ കുട്ടികളുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തി വിദ്യാഭ്യാസത്തിന് എത്തിച്ചേരുന്ന സ്ഥാപനത്തിന്റെ സംവിധാനങ്ങൾ എങ്ങനെയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് പുതിയ തലമുറ നമ്മുടെ കുട്ടികളെ അംഗനവാടികളിലോട്ട് അല്ലെങ്കിൽ നഴ്സറിയിലോട്ടൊക്കെ പറഞ്ഞയക്കുന്നത്. അതിന് അടിസ്ഥാന സൗകര്യം നിർബന്ധമാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഗ്രാമപഞ്ചായത്ത് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോൾ പഞ്ചായത്തിന്റെ 23 വാർഡിലെ മെമ്പർമാർക്കും എതിരഭിപ്രായം ഉണ്ടായിരുന്നില്ല. കാരണം ഇവിടെ LDF, UDF, BJP എന്നല്ല, എല്ലാ വാർഡുകളിലും ഇത് യാഥാർത്ഥ്യമാവുകയാണ്. ഇപ്പൊ തന്നെ നമ്മളൊക്കെ കൂതാളി ഷാജിയുടെ വാർഡിൽ നമ്മൾ ഒരു സ്മാർട്ട് അംഗൻവാടി ചെയ്തു കഴിഞ്ഞു. BJPയുടെ അംഗം ശ്രീമതി ദീപ സലിന്റെ വാർഡിൽ നമ്മൾ ഇത് ചെയ്തു കഴിഞ്ഞു. വെള്ളട പഞ്ചായത്തിന്റെ പ്രതിപക്ഷ നേതാവ് ജ്ഞാനദാസിന്റെ വാർഡിൽ നമ്മൾ സ്മാർട്ട് അംഗൻവാടി ചെയ്തു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ അംഗൻവാടിയിലെ 23 അംഗൻവാടിയിൽ പഠിക്കുന്ന കുട്ടികൾ, നമ്മുടെ പഞ്ചായത്തിന്റെ കുട്ടികൾ, അത് LDF ആണോ UDF ആണോ BJP ആണോ എന്നൊന്നും തരംതിരിക്കാതെ നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ സംവിധാനമാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഒരുക്കിയിട്ടുള്ളത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്താൻ ഈ അംഗൻവാടികളെല്ലാം നമ്മൾ സ്മാർട്ടാക്കി മാറ്റിയിട്ടുള്ളത്. നമുക്ക് ഇനിയും പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ ഇവിടെ സ്വാഗതം പറഞ്ഞ ശ്രീമതി ജയന്തി പറഞ്ഞു. വെള്ളട ഗ്രാമപഞ്ചായത്ത് ഇനി ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് നമ്മുടെ ചെറുപ്പക്കാർക്ക് കളിക്കാൻ വേണ്ടിയുള്ള ഒരു സ്റ്റേഡിയം. അതിനുവേണ്ടി നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി, നമുക്ക് മുൻപുള്ള ഭരണസമിതി ഏകദേശം 1 ഏക്കർ 4 സെന്റ് സ്ഥലം വെള്ളട ഗ്രാമപഞ്ചായത്തിൽ വാങ്ങുകയും വെള്ളട ഗ്രാമപഞ്ചായത്തിലെ പുതിയ ഭരണസമിതി ആദ്യത്തെ ഘട്ടം 50 ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തി. രണ്ടാം ഘട്ടം ഇപ്പോൾ 35 ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനത്തിന് വേണ്ടിയുള്ള ഫണ്ട് അവിടെ അനുവദിച്ചിട്ടുണ്ട്. നമ്മുടെ പഞ്ചായത്തിന്റെ ഫണ്ട് വിനിയോഗിച്ചാണ് ആ സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കുന്നത്. മാർച്ച് 31 ആകുമ്പോൾ തന്നെ നമുക്ക് അത് യാഥാർത്ഥ്യമാക്കാൻ കഴിയും എന്ന തരത്തിലാണ് നമ്മൾ ആ പ്രവർത്തനമായി മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ വാർഡിനകത്ത് ഒരു ഗ്രാമസഭ കൂടുന്നതിന് പോലെ സൗകര്യങ്ങളില്ലാത്ത ഒരു വാർഡാണ് കോവൂർ വാർഡ്. ഈ വാർഡിൽ സ്വന്തമായി ഇരുന്ന് ഗ്രാമസഭ കൂടുന്നതിന് വേണ്ടി 3500 സ്ക്വയർ ഫീറ്റുള്ള ഒരു കെട്ടിടം ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് വിനിയോഗിച്ചും ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ടും കൂടി ചേർത്തുകൊണ്ടാണ് ഇവിടെ ഒരു ഓഡിറ്റോറിയം, നമ്മുടെ പൂവൻകുടി പ്രദേശത്ത് ഒരു ഓഡിറ്റോറിയം പണിയുകയാണ്. ഈ ഓഡിറ്റോറിയത്തിന്റെ പണി എന്ന് പറയുന്നത് ആദ്യ 2 ഘട്ടത്തിലെ പണി പൂർത്തിയായി. ഇപ്പൊ നമ്മൾ 20 ലക്ഷം രൂപ ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ട് വിനിയോഗിച്ചുള്ള ടെൻഡർ പൂർത്തിയായിരിക്കുകയാണ്. അവിടെ നമ്മൾ ആ വർക്ക് കൂടി പൂർത്തിയാകുമ്പോൾ ഈ വർഷം തന്നെ 2024 തന്നെ നമുക്ക് നമ്മുടെ വാർഡിനകത്ത് നമുക്ക് ഇരുന്ന് ഗ്രാമസഭ കൂടാനും നമുക്ക് ചെറിയ കുറച്ച് കല്യാണങ്ങൾ നടത്താനും അതുപോലെ എൻഗേജ്മെന്റ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള അടിസ്ഥാന സൗകര്യം ഒരുക്കി ഒരു മിനി ഓഡിറ്റോറിയം ഗ്രാമപഞ്ചായത്തിന്റെ അസറ്റാക്കി മാറ്റുക എന്ന ഒരു വലിയ ലക്ഷ്യവും നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. അത് ഈ 24-ൽ നമുക്ക് പൂർത്തിയാക്കാനായിട്ട് കഴിയും. ഒരു വലിയ സമ്മേളനം നമുക്ക് ഉദ്ഘാടകനായി MBA ലഭിക്കുക എന്നുള്ളത് ഒരു വലിയ വിഷയം, വലിയ പാടായിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ അറിയാം, പാർലമെന്റും അതുപോലെ തന്നെ മറ്റു തിരക്കുള്ള കാലഘട്ടമാണ്. ഈ സമയത്തും ഇവിടെ കൊച്ചുകുട്ടികളുടെ ഒരു അംഗൻവാടിയാണ്. ആ അംഗൻവാടി ഉദ്ഘാടനം ചെയ്യാൻ എത്തണമെന്ന് നിർബന്ധപൂർവ്വം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അത് വലിയ ദൗത്യമായി ഏറ്റെടുത്തുകൊണ്ട് പങ്കെടുക്കാമെന്നും അത് സമയം കണ്ടെത്തിക്കൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന ഏറെ പ്രിയങ്കരനായ നമ്മുടെ തിരുവനന്തപുരം പാർലമെന്റ് MP ഡോക്ടർ ശശി തരൂർ അവരുടെ ആദരവ് ക്ഷണിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ഒപ്പം നമുക്ക് ഇവിടെ ഒരു അവാർഡിന് ഒരു ബഹുമാനം നൽകി ബഹുമാനപ്പെട്ട MP നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. എറണാകുളത്ത് നടന്ന സംസ്ഥാന കരാട്ട മത്സരത്തിൽ ജില്ലയിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ നമ്മുടെ പ്രിയപ്പെട്ട അമ്പലവാടിലെ ഒരു കുട്ടിയാണ്. അഭിജയ്ക്ക് ഒരു മൊമെന്റ് കൂടെ MP നൽകണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നടത്തുന്നു. നന്ദി, നമസ്കാരം.
ഈ വെള്ളട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായ ശ്രീ രാജ്മോഹൻ, ശ്രീമതി ആൻ സജിത റസൽ, വൈസ് പ്രസിഡന്റായിരിക്കുന്ന സരള, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മംഗളദാസ്, ശ്രീ ഷാജി, ഇവിടെ നമ്മൾക്ക് എല്ലാവർക്കും ഇത്ര നല്ല വാക്കോട് സ്വാഗതം പറഞ്ഞ ഞാൻ ജ്യോതികാന്ന് പറയാൻ പോയിരുന്നു. ജയന്തി, അയ്യോ പ്രായം കൂടുതലാവണം. ജയന്തി എത്ര നല്ലപോലെ അറിയാം. ജയന്തി, അത് എന്താ കൺഫ്യൂഷൻ വന്നത്, ഒപ്പം ഇരിക്കുന്ന ലതിക. അപ്പൊ ജയന്തിയും ലതികയും കൂടി ജ്യോതിക എന്ന് മനസ്സിലായി. രണ്ടാളും കൂടി ഒപ്പം കൊടുത്തതല്ലേ. ലതിക, ഇവിടെ ഇരിക്കുന്ന എല്ലാ അംഗൻവാടി പ്രവർത്തകരെ, ജനപ്രതിനിധികളെ, സഹോദരിമാരെ, ചേർന്ന് നിൽക്കുന്ന സഹോദരന്മാരെ, എല്ലാ സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, നാട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വലിയൊരു സന്തോഷ മുഹൂർത്തമാണിത് എനിക്ക്. ഇത് നമ്മളുടെ വളരട പഞ്ചായത്തിൻ്റെ 21ാമത്തെ സ്മാർട്ട് അംഗൻവാടി ആണെങ്കിലും എൻ്റെ ആദ്യത്തെ സ്മാർട്ട് അംഗൻവാടിയാണ്. ഞാൻ കണ്ടിട്ട് എല്ലാം ഇഷ്ടപ്പെട്ടു. നിങ്ങൾ എല്ലാവരും കയറി കണ്ടിട്ടെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഉറപ്പമായിട്ട് ചെയ്യണം. കാരണം ഇത്ര സൗന്ദര്യമായ ഒരു അംഗൻവാടി കാണാൻ എളുപ്പമല്ല. ചുമരിലൊക്കെ നല്ല കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന പെയിന്റിങ്ങുകളുണ്ട്. എല്ലാ ഇംഗ്ലീഷിൻ്റെ ലിപികൾ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ഭാഗത്ത് ചില മലയാള ലിപികൾ എഴുതി വെച്ചിട്ടുണ്ട്. നല്ലൊരു അടുക്കളയും അടുക്കളയ്ക്ക് ആവശ്യമുള്ള പാൻട്രിയും ഒക്കെ വെച്ചിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ കുട്ടികൾക്ക് എല്ലാ സൗകര്യം ഉണ്ടാവും. അവസാനത്തെ കുറച്ച് ക്ഷീണം വന്ന കിടക്കാൻ കൂടി 8 ചെറിയ കട്ടിൽ അവർ അടുക്കിയിട്ട് വെച്ചിട്ടുണ്ട്. 8 കുട്ടികൾ റെസ്റ്റ് എടുത്ത ശേഷം അടുത്ത 8 കുട്ടികൾക്ക് അവസരം കൊടുക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതെല്ലാം നല്ലോണം ചിന്തിച്ചിട്ട് ബുദ്ധിയോട് ചെയ്തിട്ട് മാത്രമല്ല, ഇന്ന് പോലെയുള്ള ഭയങ്കര ചൂടുള്ള ദിനത്തിൽ കുട്ടികൾക്ക് എയർ കണ്ടീഷണറും കൂടി ഈ സ്കൂളിനകത്ത് നൽകി, ഈ അംഗൻവാടി നൽകി. പിന്നെ സ്കൂളെന്ന് പറയുന്നത് മനഃപൂർവ്വമാണ്. കാരണം വെറും അംഗൻവാടിയല്ല, ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു നല്ലൊരു സ്കൂളിന്റെ ഗുണം നമുക്കിതിൽ കാണാൻ സാധിക്കും. നിങ്ങൾ എല്ലാവരും കയറി നോക്കൂ. നല്ലൊരു സ്ഥലമാണ്. ഞാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് അംഗൻവാടി. നമ്മളെല്ലാവർക്കും അറിയാം, ഈ നാട്ടില് സ്ത്രീകള് പ്രവർത്തിക്കാൻ പോകുന്ന ഒരു നാടാണ്. അത് ഭാരതത്തിൽ എല്ലാവരുടെയും അതല്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളുടെ ദേശീയ മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള തൊഴിലുറപ്പ് പദ്ധതിയില്ലേ, അതില് ഭാരതത്തിന്റെ എല്ലാ സംസ്ഥാനങ്ങളും നോക്കുകയാണെങ്കിൽ 92% പ്രവർത്തകർ പുരുഷന്മാരാണ്. നേരെ മറിച്ച് കേരളത്തിൽ 92% മൻരേഗയിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ പ്രവർത്തിക്കുന്നവര് സ്ത്രീകളാണ്. അപ്പൊ അവരിങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ പോകുമ്പോഴും ഈ നാട്ടിൽ നമ്മൾക്കറിയാലോ, നമ്മളെല്ലാവരെയും മഹിളകളെ ബഹുമാനിക്കും. അവർക്ക് നമ്മുടെ നാടിനെ നന്നാക്കാനുള്ള വലിയൊരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. അത് നമ്മളെ എപ്പോഴും അംഗീകരിക്കണമെന്ന് വിചാരിച്ചിട്ട് സ്ത്രീകളെ പ്രവർത്തിക്കാൻ ആവശ്യപ്പെടുമ്പോൾ ആ സമയത്ത് അവർ കുഞ്ഞുങ്ങളെ ആരാ നോക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് അംഗൻവാടി നമ്മൾ ആദ്യം സ്ഥാപിച്ചത്. അത് ഞങ്ങളുടെ കോൺഗ്രസ് ഭരണ സമയത്ത് തന്നെ ആയിരുന്നു. ഈ അംഗൻവാടിയുടെ കോൺസെപ്റ്റ് കുട്ടികൾക്കും അമ്മമാർക്കും പ്രത്യേകിച്ച് ഗുണം ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ്. പക്ഷേ ചില പഴയ അംഗൻവാടികൾ വെറും ഒരു ഷെഡ് പോലെയായിരുന്നു. വലിയ ഗുണങ്ങളൊന്നും ഉണ്ടായിരുന്നതിനകത്ത്. അതുമാത്രമല്ല, അവിടെ പഠിപ്പിക്കുന്ന സ്ത്രീകൾക്ക് നല്ലൊരു അനുഭവമൊന്നും കൊടുത്തില്ല. ഞാൻ ഈ വിഷയത്തിന് 10 വർഷം മുമ്പ് ഈ മോദി സർക്കാർ വന്നപ്പോൾ പാർലമെന്റിലും കൂടി സംസാരിച്ചൊരു കാര്യമാണ്. അംഗൻവാടിയുടെ ആവശ്യമുള്ള ചെലവുകൾക്ക് വേണ്ടിയുള്ള കാശും അവർക്ക് അവിടെ പ്രവർത്തിക്കുന്നവർക്ക് ശമ്പളം കൊടുക്കാനുള്ള ബഡ്ജറ്റ് ഫണ്ട് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുമാർക്ക് ലഭിക്കുന്നില്ല എന്ന് ഒരു യാഥാർത്ഥ്യം തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ ചൂണ്ടിക്കാണിക്കേണ്ടി വന്നത്. ആ സമയത്ത് ആ കാലത്തെ മഹിളാ കുട്ടികളുടെ വകുപ്പുണ്ടായിരുന്ന മന്ത്രി മേനക ഗാന്ധി നിന്നിട്ട് സമ്മതിച്ചു. ഞാൻ പറഞ്ഞതിന്റെ സത്യം, അവരായിരുന്നു മന്ത്രി. പക്ഷെ എന്താ പറയുക, ഫൈനാൻസ് മിനിസ്ട്രി അവർക്ക് കാശ് കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ അന്യായം മുന്നോട്ട് പോകേണ്ടായിരുന്നത്. ഭാഗ്യത്തോടെ നമ്മുടെ ഉമ്മൻചാണ്ടി സർക്കാരും അത് കഴിഞ്ഞിട്ട് പിണറായി സർക്കാർ, ആരെയും രാഷ്ട്രീയം കളിക്കുന്നില്ല ഇവിടെ, എല്ലാവരും സംസ്ഥാന സർക്കാരിന് വഴിക്ക് കുറച്ച് എക്സ്ട്രാ തുക കൊടുത്തിട്ട് ഈ അംഗൻവാടികളൊക്കെ നന്നാക്കാൻ വേണ്ടിയിട്ടും അവിടെ പ്രവർത്തിക്കുന്നവർക്ക് ഒരു ഡീസന്റ് ശമ്പളം കൊടുക്കാനും ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണ് കേന്ദ്ര സഹായം ശരിക്കും ചുരുങ്ങിയിട്ടേ ഉള്ളൂ ഇപ്പോൾ. കേരള സർക്കാരിന്റെ മുൻകൈ അതുകൊണ്ട് അവരുടെ ബാജോടെ വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ എല്ലാം വെച്ച് വലിയൊരു ബജറ്റ് അലൊക്കേഷനാണ് ശ്രീ രാജ്മോഹൻ ചെയ്തിരിക്കുന്നത്. 30 അംഗൻവാടി വെള്ളറ പഞ്ചായത്തിൽ എന്ന് പറയുമ്പോൾ 34 അംഗൻവാടി. അത് നിരവധി കുടുംബങ്ങൾക്കും കുട്ടികൾക്കും അമ്മമാർക്കും ഗുണം ചെയ്യുന്ന വലിയ സന്തോഷത്തോടെ സ്വീകരിക്കും.
ഈ വെയിലത്തിൽ ഞാൻ ദീർഘമായി പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ എല്ലാവരും കാണുമ്പോഴും നമ്മൾ ഇത്ര നന്നായി ഡാൻസ് ചെയ്ത കുട്ടികളുടെ ഡാൻസും ഈ ചെറിയ കുട്ടികളുടെ ആവേശവും ഒക്കെ കാണുമ്പോൾ ഹൃദയം നിറഞ്ഞ സന്തോഷമാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ എല്ലാ വിധത്തിലും ഈ അംഗൻവാടിയുടെ ഗുണം വരാൻ പോകുന്ന തലമുറയ്ക്കും അറിയട്ടെ എന്നും കൂടി പറഞ്ഞിട്ട് നിങ്ങൾ എല്ലാവരും എല്ലാവരും മുൻകൈ എടുത്ത എല്ലാ വ്യക്തികൾക്കും എൻ്റെ മനസ്സോടും ഹൃദയത്തോടും എല്ലാ വിധത്തിലത്തെ അഭിനന്ദനങ്ങളും എല്ലാ വിധത്തിൻ്റെ ആശംസയും കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ അംഗൻവാടിയെ, ഈ സ്മാർട്ട് അംഗൻവാടിയെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. സംസ്ഥാന കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ പെൺകുട്ടികളുടെ വിഭാഗം 35 കിലോമീറ്ററിൽ തിരുവനന്തപുരം ജില്ലയ്ക്ക് സ്വർണ്ണ മെഡൽ നേടിയ അഭിജിക്ക് ബഹുമാനമുള്ള MP മൊമെന്റം നൽകി ആദരിക്കുന്നതിനായി ബഹുമാനമുള്ള MP ആദരവ് ഏറ്റുവാങ്ങുന്നതിനെ അഭിജിയും ക്ഷണിക്കുന്നു. അമ്മോ തർക്കത്തിൽ പോണ്ടായിക്കോ. നല്ല വാക്കുകൾ കൊണ്ട് സാറിനെ പ്രതീക്ഷിച്ച് നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളും അമ്മമാരും കാത്തിരിക്കുകയാണ്. ദീർഘിപ്പിക്കുന്നില്ല. ഈ അംഗൻവാടി ഇവിടെ ഉദ്ഘാടനം ചെയ്യാനെത്തിയ ബഹുമാനപ്പെട്ട MP ശശിധർ സാറിനെ ഹൃദയപൂർവ്വം നന്ദി അർപ്പിക്കുന്നതോടൊപ്പം ഈ പദ്ധതി നമ്മുടെ പഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാജ്മോഹനോടൊപ്പം പ്രവർത്തിക്കുന്ന എല്ലാ ജനപ്രതിനിധികളെയും ഹൃദയപൂർവ്വം അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവിധ നന്മകളും നേരുന്നു. നമസ്കാരം. ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീമതി അൻസജിത റസൽ അവർക്ക് ഹൃദ്യമായി നന്ദി ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി സലാമിൻസിനെ ക്ഷണിക്കുന്നു. സ്നേഹനിധിയായ കുഞ്ഞുമക്കളെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ഇന്ന് ഈ അംഗൻവാടി ഉദ്ഘാടനം ചെയ്തത്. നമ്മുടെ പഞ്ചായത്തിൽ വിവിധ വാർഡുകളിലായി ഒത്തിരി അംഗൻവാടികൾ ഉദ്ഘാടനം കഴിഞ്ഞു. എല്ലാം സ്മാർട്ട് ആക്കി കഴിഞ്ഞു. നമ്മളെല്ലാവരും പണം കൊടുത്ത് മറ്റുള്ള പ്രൈവറ്റ് സ്കൂളിലേക്ക് നമ്മുടെ മക്കളെ കൊണ്ട് പഠിപ്പിക്കാൻ വിടുമ്പോൾ അവിടെ ഈ AC-യോ മറ്റു സൗകര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ നമ്മുടെ പഞ്ചായത്തിൽ വിവിധ ഭാഗങ്ങളിലായി വിവിധ സ്മാർട്ട് അംഗൻവാടികൾ രൂപീകരിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന രീതിയിൽ വിദ്യാഭ്യാസ സൗകര്യം ഒരുക്കിയ ഈ ഭരണസമിതിക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ മക്കളെ ഈ സ്കൂളിലേക്ക് വിട്ട് കൂടുതൽ കുട്ടികളെയും അതേപോലെ തന്നെ അംഗൻവാടി വഴി നമുക്ക് ഭാവുകങ്ങൾ നൽകിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി വെള്ളയുടെ ഗ്രാമപഞ്ചായത്ത് അംഗം കൂടാലി ഷാജി അവരുടെ ഏറ്റവും സ്നേഹാദരവോടുകൂടി ക്ഷണിക്കുന്നു. ബഹുമാന്യനായ അധ്യക്ഷൻ, തീർച്ചയായും നമുക്ക് അത് ജനപ്രതിനിധികൾക്ക് നിങ്ങൾ നൽകുന്ന അംഗീകാരത്തിന്റെ ഫലമായിട്ടാണ് ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കുവാൻ വേണ്ടി തീർച്ചയായും